ഓക്കെ. സോ അതേ ക്രൈറ്റീരിയ തന്നെ ഇവിടെ. ഈ ഒരു സ്വീപ്പ് ഇവിടെ നടന്നു, ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ആകുമ്പോൾ ഏകദേശം മാർക്കറ്റ് ഈ ഒരു ലെവലിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. സോ മൂന്നാമത്തെ ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റ് തിരിച്ച് ഇവിടെ വരുമ്പോൾ, ഓക്കെ, ഇത് ഡെയിലിയുടെ ടൈം ഫ്രെയിം ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഡെയിലി ക്യാൻഡിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത് 1 അവർ നോക്കുക, 1 അവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സപ്പോസ് ഇത് 4 അവറിന്റെ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ സ്വീപ്പ് ആൻഡ് ഹൈ സ്വീപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നോക്കണം? ഇവിടെ 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, 30 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സെറ്റപ്പ് ഇൻവാലിഡ് ആണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ട്രേഡ് ഇല്ല. അവിടെ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സ്വിംഗ് ലോസും ഹൈസിന്റെ ബേസിൽ ഒന്നും നിങ്ങൾ എൻട്രി നോക്കണ്ട. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എൻട്രീസ് വരുള്ളൂ. ഓക്കെ, സോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡെയിലിയുടെ ടൈം ഫ്രെയിം നോക്കുകയാണ്. ഓക്കെ, സപ്പോസ് ഈ ഒരു ഡെയിലി ക്യാൻഡിൽസിന്റെ ബേസ്ഡ് ആണ് നിങ്ങൾ എൻട്രീസ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാപ്പ് ആവുന്നുണ്ടല്ലോ, ഇവിടെ ഒരു 1 അവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് സപ്പോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഈ ഒരു 1 അവറിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്യുന്നത് ഹിൽ സോൺ ടൈമിലാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ഓക്കെ, സോ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിക്കുള്ള ട്രേഡ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഇനി 4 അവറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കിൽ സോൺ മാൻഡറ്ററി അല്ല. കാരണം മോസ്റ്റ് ഓഫ് ദി ലൈൻസ് എല്ലാ ടൈമിലും കിൽ സോൺസ് കിട്ടിക്കോളുന്നില്ല. പക്ഷേ കിൽ സോൺ ടൈം ആയിട്ടുള്ള നമ്മുടെ 11 ലണ്ടൻ കിൽ സോണോ ന്യൂയോർക്ക് കിൽ സോണിലൊക്കെ നിങ്ങൾ ആ ഒരു ടൈമിലുള്ള 4 അവറിന്റെ പ്രീവിയസ് ക്യാൻഡിൽ ഹൈസ് ആൻഡ് ലോസ് സ്വീപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ബെറ്റർ ആയിരിക്കും.